പ്രതിഷേധപാതയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന മറിയക്കുട്ടി തന്റെ രാഷ്ട്രീയം പിണറായി സർക്കാരിനെതിരെയാണെന്നും തൃശൂരിൽ സുരേഷ് ഗോപി തന്നെ വിജയിക്കുമെന്നും മറിയക്കുട്ടി ജനം ടിവിയോട് പറഞ്ഞു. എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വാർദ്ധക്യത്തെ ചെറുപ്പമാക്കി മാറ്റിക്കൊണ്ട് സമരോന്മുഖത്ത് ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന മറിയക്കുട്ടി ചേട്ടത്തി നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടത്തി, അപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ തരത്തിൽ ഇങ്ങനെ ഒരു പോരാട്ടം നടത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ എന്താണ് ഇതിനുള്ള കാരണം? ഞങ്ങൾക്ക് പെൻഷനില്ല, റേഷനില്ല, പിന്നെ ഈ 5 വയസ്സായി 6 വയസ്സായ കൊച്ചുങ്ങളെ പീഡിപ്പിക്കണം. അതുകൂടാതെ വീട്ടിൽ കിടന്നുറങ്ങുന്ന കള്ളത്തരം പറഞ്ഞ് അറസ്റ്റ് ചെയ്യുക, കൊണ്ടുപോവുക, ഒരു കാരണവുമില്ല കള്ളക്കേസ് എടുക്കുക. പിന്നെ ഈ പിണറായി ഇപ്പോൾ വിനോദയാത്രയ്ക്ക് ഇറങ്ങിയില്ലേ, അതിന് ഇഷ്ടമില്ലാത്തവരുടെ തല അടിച്ചു പൊട്ടിക്കുക. പിണറായിയുടെ കൊണ്ടൊക്കെ പോലീസിൻ്റെ യൂണിഫോം മേടിച്ചു കൊടുത്തേക്കാം, കുറുപടി. അപ്പോൾ പോലീസിന് എണ്ണം കുറഞ്ഞാലും കുഴപ്പമില്ല, അടിച്ച് തല പൊട്ടിക്കുക, പൂച്ചട്ടി ഇട്ട് അടിക്കുക. പിന്നെ എവിടെയെങ്കിലും ഏതെങ്കിലും സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം അവിടെ കൊണ്ടുപോയി അവരുടെ വീട്ടിൻ്റെ ഉള്ളിൽ വാഴ വയ്ക്കുക. ചേട്ടത്തി സമരമായിട്ട് ഇറങ്ങിയപ്പോൾ ചേട്ടത്തിക്കെതിരെ വലിയ തരത്തിലൊരു പ്രചരണമൊക്കെ നടന്നു. ഞാൻ വഹിക്കുന്നില്ലല്ലോ, ഞാനില്ലാത്ത പറയണ്ടോ? ഞാനില്ലാത്ത ഞങ്ങൾക്ക് റേഷൻ വേണ്ടേ, എനിക്ക് അരി വേണ്ടേ, എനിക്ക് പോരാ, എല്ലാവർക്കും വേണം. അതേപോലെ ആശുപത്രി മരുന്നില്ല, ഡോക്ടർമാരെ കണ്ണേരണ്ട, 200 രൂപ ഞാൻ കൊടുക്കണം. ആദ്യം 100 രൂപ പടിയാന്ന് പറഞ്ഞാൽ ഈ 100 രൂപ പടി 200 ആയില്ലേ. അതൊരു വൈകുന്നേരം ആകുമ്പോഴത്തേന് ഈ ഗുണ്ടകളി ചെന്ന് അതിൻ്റെ പകുതി മേടിച്ചോണ്ട് പോകും ഡോക്ടർമാരോട്. അതല്ലേ അവിടെ അവർക്ക് എതിരില്ല. എല്ലായിടത്തോടെ ഒരു ബക്കറ്റ് കൊണ്ട് കൊടുക്കണം. ചേട്ടത്തിക്ക് നിറയെ സ്വത്തൊക്കെ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. അത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അതാണല്ലോ പിണറായി എനിക്ക് തരാനില്ല. ആ വാർപ്പ് സഹിതം കൊണ്ടുവന്നത്, ആ ഈത്തപ്പഴമൊക്കെ കൊണ്ടുവന്നതായിരുന്നു. തരാനായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ പൊതുജനം അറിയുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് ചരിതേനെ ഏൽപ്പിച്ചേക്കുക. ചരിതേനെ അവരുടെ കസ്റ്റഡിയിലുള്ള ചരിതയാണല്ലോ പണ്ട് തുടങ്ങി, ഇപ്പം ചരിതേനെ ഏൽപ്പിച്ചേക്കുക. അതുപോലെ തന്നെ ഈ സുരേഷ് ഗോപിക്കെതിരെ ഭയങ്കര ആരോപണമൊക്കെ ഉണ്ടായി. അപ്പോൾ ചേട്ടത്തി അന്ന് പ്രതികരിച്ചിരുന്നു? അതെന്നാന്ന് ചോദിച്ചാൽ ഈ സുരേഷ് ഗോപി ഇന്നല്ല സിനിമയിൽ ചെറുപ്പത്തിൽ ഇറങ്ങിയതാണ്. ആ ചെറുപ്പത്തിൽ ഇറങ്ങിയിട്ട് അതിസുന്ദരിയായ പെണ്ണുങ്ങൾ കൂടെ അഭിനയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നല്ല, അതുപോലെ ഉണ്ടായിട്ട് ഒരൊറ്റ പെണ്ണുങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ സുരേഷ് ഗോപി ഞങ്ങൾക്കറിയാം. സുരേഷ് ഗോപി ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് പണ്ടെന്ന് പിണറായി അറിഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊരു സാധനത്തിന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പീഡിപ്പിച്ചെന്ന് പറയുമ്പോൾ റെഡിയായില്ലേ. അതുകൊണ്ട് ബോധമുള്ളവർ മനസ്സിലാക്കിയത് ഈ 16 ഇടയ്ക്ക് നമ്മളാരും ഇങ്ങനെ തുടച്ചിട്ടില്ല. ഞാൻ തുടർന്നില്ലേ, ആ പീഡിപ്പിക്കാണോ ഇത്ര ആൾക്കാർ നിൽക്കില്ലേ. സുരേഷ് ഗോപി ജയിക്കുമോ? സുരേഷ് ഗോപി ജയിക്കുമോ? ഫാസ്റ്റായിട്ട് ജയിക്കും. ജനങ്ങൾ ജയിപ്പിക്കണം. കാരണം മുഖപക്ഷയില്ലാത്ത ഒരു മനുഷ്യനാണ്. എവിടെ ആ വെള്ളപ്പൊക്കം ഉണ്ടായില്ല എറണാകുളത്ത്, അമ്മച്ചിക്ക് വീട് വരാം ചങ്ക് വെട്ടി കരയുമ്പോൾ ഞാൻ താക്കോല് വന്നിരിക്കണം. ആ സുഖമായിട്ട് നല്ലൊരു വീട് കൊണ്ട് താക്കോലും കൊടുത്ത് വീട്ടിൽ കയറ്റി താമസിച്ച സുരേഷ് ഗോപിയത്. പക്ഷേയില്ല, അത് രാഷ്ട്രീയം നോക്കുന്ന ആളല്ല, മുഖപക്ഷയില്ലാത്ത ആളാണ്. അതിനിപ്പോൾ ഇവർ വോട്ട് കൊടുത്തില്ലേലും ഇങ്ങനെ ചെയ്യേണ്ടത് ചെയ്തിരിക്കും. ചേട്ടത്തി BJP ആണെന്നാണല്ലോ ഇപ്പോൾ പറയുന്നത് എല്ലാവരും. ഇന്നാൾ RSS ആയിരുന്നു, ഇപ്പം RSS പോയിട്ട് BJP ആയി. ഇനി നാളെ കോൺഗ്രസ്സാന്ന് പറയും. അത് അവരുടെ തൊഴിലിൽപ്പെട്ടതാണ്. അത് പിണറായിക്ക് അങ്ങാർക്ക് പിടി കിട്ടിയിട്ടില്ല. അത് എൻ്റെ കുഴപ്പമല്ല, അത് തന്നെയാണ്. അതായി കുഴപ്പം. അല്ല പിന്നെ ഇങ്ങനത്തെ പണി കാണിക്കുകയല്ലോ. ഇതുപോലെ എത്ര മന്ത്രിമാർ ഭരിച്ചതാണ്. ഇതുപോലെ കുട്ടിച്ചോറായിരിക്കും ആരെങ്കിലും ഉണ്ടോ? ഇതിപ്പോൾ ഇത്രയും നാൾ കേന്ദ്രം പറഞ്ഞു. ഇനി ഇവരെന്നാ പറയണേ? ഇനി ആരെ ചാരും കിട്ടിയ കാശ് കൊടുക്കണ്ടല്ലേ? ഈ ക്രിസ്മസ് ഒഴിച്ചിട്ടില്ല, ആരും ഒഴിച്ചിട്ടില്ല. എനിക്കൊരാൾ തന്നു അത് ബാധകമല്ല. കാരണം കേന്ദ്ര സർക്കാരിനെയാണ് കുറ്റം പറയുന്നത്, അവരൊന്നും കൊടുക്കുന്നില്ല. കേന്ദ്രം കൊടുക്കുന്നില്ലാന്ന് പറഞ്ഞല്ല ഇവരെ ഇത്രയും ദിവസം കേന്ദ്രം കൊടുത്തു. ഇപ്പോൾ കേന്ദ്രം കൊടുത്ത് 2-3 ദിവസമായല്ലോ. അതൊന്നും കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആ ക്രിസ്മസ് ഘോഷിക്കാൻ പാടില്ല. 1 കിലോ ഇറച്ചി ഇച്ചിരി മീനും മേടിച്ച് അവർ കഞ്ഞി വെച്ച് കുടിക്കാതെ. അപ്പോൾ കേന്ദ്രത്തിൻ്റെ കുഴപ്പമില്ല, കേന്ദ്രം കൊടുത്തില്ലേ. ഇപ്പോൾ 10,000 കോടി ഇഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്താൽ പോരെ, അത് അപ്പടിയും വേണ്ടല്ലോ പെൻഷൻ. അതുപോലെ തന്നെ ഈ പ്രതിഷേധിക്കുന്നവരെയൊക്കെ പോലീസിനെ ഉപയോഗിച്ച് തല്ലിച്ചതച്ചു എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അതിപ്പോൾ പിണറായിയുടെ ഗുണ്ടകളാണല്ലോ ഈ പോലീസ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ കൂടെ പിണറായിയുടെ CPM-കാരും ഇറങ്ങിയിട്ടുണ്ട്. വടിയുണ്ട് അവരുടെ കയ്യിലില്ല. പിന്നെ ശബരിമല കൊടുത്തില്ല പെണ്ണക്ക് പോലീസിൻ്റെ യൂണിഫോം. അത് തന്നെ ഇവിടെയും കാട്ടിയത്. അത് അയക്കടെ കൃഷിയാണ്. അനീതിക്കെതിരെ പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനം. അതങ്ങനെ തന്നെയാണ്. ആ പുറകോട്ടില്ല, പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെ പോകും. പുറകോട്ടില്ല നാട്ടിൽ.
എന്തായാലും പ്രതിഷേധത്തിൽ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് മറിയക്കുട്ടി ചേട്ടത്തിയും വ്യക്തമാക്കുന്നത്. എം മനോജ്, ജനം TV, തൃശ്ശൂർ.